ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു 2 ആഴ്ചത്തോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ഫോർമാറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടെന്ന് തോന്നുന്നു. രണ്ടോ ഒന്നോ അതിൻ്റെ ഇടയിൽ ഒരു കല്യാണത്തിൻ്റെ ചെറിയ ക്ലിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു ഫൗണ്ടേഷന് പകരമായിട്ട് നമുക്ക് വേഗം ഒന്ന് ഇട്ടിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതൊരു BB ലൈറ്റ് ക്രീമാണ് കേട്ടോ. ഇത് വന്നിട്ട് EMM എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു BB ക്രീമാണ്. ഓൾസോ EMMൻ്റെ തന്നെ ഞാനൊരു ഫേസ് വാഷും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു BB ലൈറ്റ് ക്രീമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഒന്ന് ഇടണമെങ്കിൽ ഇത്തിരി കട്ടിയാണല്ലോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് പകരമായിട്ട് പെട്ടെന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ, അതുപോലെ ഡെയിലി വെയർ ആയിട്ടൊക്കെ സ്കിൻ ലൈറ്റനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്രീമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് കേട്ടോ. ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതൊരു BB ലൈറ്റിൻ്റെ പ്രീമിയം സ്കിൻ ക്രീമാണ്. ഓൾ ഇൻ വൺ പ്രീമിയം സ്കിൻ ക്രീമാണ്. സ്കിൻ വൈറ്റനിങ്, SPF 25 PA++ ബ്രോഡ് സ്പെക്ട്രം UVA UVB ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പുറത്ത് പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ വേണ്ട, ഒരു ഫൗണ്ടേഷൻ വേണ്ട, അതൊന്നും വേണ്ട. അതിനൊക്കെ പകരമായിട്ട് ഈ ഒരൊറ്റ ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കവറേജും അത്യാവശ്യം തിക്കിന് ഇടാണെങ്കിൽ കിട്ടും. ഇത് നമുക്ക് പോരാണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പോൾ നമുക്കൊരു 28+ ഒക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം. അപ്ലിക്കേഷൻ കാണിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫേസിൽ ഇപ്പോൾ മേക്കപ്പ് ഒന്നും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ചെറിയൊരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. മോയ്സ്ചറൈസർ പോലും ഇടാത്ത എൻ്റെ ഫേസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഏകദേശം കാണുമ്പോൾ നമുക്ക് ലാക്മിയുടെ CC ക്രീം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാക്കേജിങ് ആണ്. അങ്ങനത്തെ സെയിം കളറാണ് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. BB ലൈറ്റ് പ്രീമിയം സ്കിൻ ക്രീം, ഓൾ ഇൻ വൺ സ്കിൻ വൈറ്റനിങ്, SPF 25 PA++ ബ്രോഡ് സ്പെക്ട്രം UVA UVB ആൻറ്റി ഏജിങ്. ഇത് വരുന്നത് 50 ml. ഏകദേശം 50 ml റേറ്റ് വരുന്നത് 599 ആണ്. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ട്യൂബ് ലൈക്ക് പാക്കേജിങ്ങിലാണ് വരുന്നത്, പമ്പല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് വേസ്റ്റ് ആവില്ല അധികം. അപ്പോൾ ഇതിപ്പോൾ നോർമലി നമ്മുടെ ലാക്മിയുടെ ഒക്കെ CC ക്രീം ഓപ്പൺ ചെയ്യണ പോലെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ നമുക്കൊരു സീൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാക്കേജിങ്ങിലാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഷെൽഫ് ലൈഫ് വരുന്നത് ഒരു 24 months ആണ് കേട്ടോ. 2 വർഷത്തോളം ഷെൽഫ് ലൈഫ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഫേസിൽ മേക്കപ്പോ സ്കിൻ കെയറോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്തിട്ട് നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് 2 സൈഡിലും ഡിഫറൻസ് കാണിച്ചു തരാം. ഒരു സൈഡിൽ മേക്കപ്പ് ഇട്ടിട്ട് ഈ സൈഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു ലൈൻ കൊടുക്കാം. ലൈൻ കൊടുത്തിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫേസിൽ ഇപ്പോൾ 2 ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ സൈഡിൽ നമുക്ക് മേക്കപ്പ് ഇടാം, ഈ സൈഡിൽ നമുക്ക് മേക്കപ്പ് ഇല്ലാണ്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇതിൻ്റെ ഒരു വർക്കിംഗ് എത്രത്തോളം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ. ഇതിൻ്റെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ നോക്കിയാൽ തന്നെ നമുക്കൊരു മൂസ് കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ്. വല്ലാണ്ട് ലിക്വിഡും അല്ല, വല്ലാണ്ട് നമുക്ക് തിക്കും അല്ല. ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. അത്യാവശ്യം തന്നെ നമുക്കൊരു ചെറിയൊരു കവറേജ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതിന് ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഷെയ്ഡും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. കണ്ടോ, വാവ്, നല്ലൊരു ഫൗണ്ടേഷനായിട്ടാണ് എനിക്ക് തോന്നണേ. നമ്മുടെ ഫൗണ്ടേഷൻ ആയാലും BB ക്രീം ആയാലും ഇടുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഹെയറൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് മേക്കപ്പ് ഇടുകയാണെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കേക്ക് ആവാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചെടുത്തിട്ട് നമുക്ക് ഒരു സൈഡ് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ
പിന്നീട് ഒരു വീഡിയോയിൽ പറയാട്ടെ എത്ര മണിക്കൂറൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ്റെ അത്രയ്ക്കൊന്നും നിൽക്കില്ലായിരിക്കും. എന്നാലും നമുക്ക് ജസ്റ്റ് ഫൗണ്ടേഷനൊക്കെ ഇടാനേക്കാട്ടും ഈസി ആയിട്ട് നമുക്കിത് ഇടാമല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അത്യാവശ്യം കട്ടിക്ക് ഇട്ട് കൊടുത്ത് നോക്കി നോക്കാട്ടെ എങ്ങനെയുണ്ട്, എത്രത്തോളം കവറേജ് കിട്ടുന്നുണ്ടെന്ന്. ഇതിനൊരു സ്മെല്ല് പറയുകയാണെങ്കിൽ ഒരു മരുന്നിൻ്റെയൊക്കെ സ്മെല്ലാണ്. കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ അത്യാവശ്യം നമുക്ക് വല്ലാണ്ട് വലിയ കവറേജ് അല്ല, എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോകണം, ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു BB ലൈറ്റ് ക്രീം മതി കേട്ടോ. ഫൗണ്ടേഷനെക്കാട്ടും ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. കണ്ടോ, ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നണേ. കണ്ടോ, ഈ സൈഡും നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ട് ഒരു ഈവൻ ടോൺ നമുക്ക് കിട്ടുന്ന പോലെയുള്ള ഒരു BB ലൈറ്റ് ക്രീമാണ് കേട്ടോ. ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ബ്രഷോ സ്പഞ്ചോ ഒന്നും തന്നെ വേണം, നമ്മൾ ഫിംഗർ വെച്ച് തന്നെ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നോക്കിയിട്ട് അത്യാവശ്യം ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ BB ലൈറ്റ് പ്രീമിയം ഓൾ ഇൻ വൺ ക്രീമിനെ പറ്റി പറയാനുള്ളത്. അത്യാവശ്യം തന്നെ നമുക്ക് എന്താ പറയുക SPF 25 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ PA++ ബ്രോഡ് സ്പെക്ട്രം UVA UVB നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിൽ പോകുമ്പോൾ അത്യാവശ്യം സൺ പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് തരും കേട്ടോ. അപ്പോൾ വേറൊരു സൺസ്ക്രീനിൻ്റെ ആവശ്യം വരുന്നില്ല. ഫൗണ്ടേഷൻ്റെ പോലെ അത്രയ്ക്ക് ഇങ്ങനെ കട്ടിയൊന്നുമില്ല, ഭയങ്കര സോഫ്റ്റാണ്, സ്കിൻ സോഫ്റ്റാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഇഷ്ടപ്പെടും. കാരണം നമുക്കൊരു നോർമൽ ഒരു എന്താ പറയുക, ഒരു സ്കിൻ കെയർ ക്രീം അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്ന രീതിക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു നോർമൽ ഫൗണ്ടേഷൻ, ഒരു അത്യാവശ്യം നല്ലൊരു ഫൗണ്ടേഷൻ വാങ്ങുന്ന അത്രയ്ക്ക് റേറ്റൊന്നും നമുക്ക് ഇതിന് അത്യാവശ്യം തന്നെ ക്വാണ്ടിറ്റിയും വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 5-6 മാസമൊക്കെ സുഖമായിട്ട് ഓടിക്കോളും. ഇങ്ങനെ ഒരു ട്യൂബ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ഇഷ്ടമില്ലാത്തവർക്ക് അടിപൊളി ഓപ്ഷൻ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത ഒരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദെൻ ബൈ.